വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകുന്നില്ല എന്ന നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടന്നില്ല, കൊല്ലം നടത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന് സംശയിക്കേണ്ടി വരുമെന്നും ഹർജിക്കാരി കോടതിയിൽ പറയുകയാണ്. രാഗിൻ വിവരങ്ങളുമായിട്ട് രാഗിൻ, വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് വരുന്നത് അല്ലേ? ഒരുപാട് സംശയങ്ങൾ പലപ്പോഴും പലരും ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ള കാര്യം പോസ്റ്റ്മോർട്ടത്തിലില്ല, അങ്ങനെ വളരെ അവ്യക്തതകൾ നിലനിൽക്കുന്നതാണ്. എന്തൊക്കെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയെ ബോധിപ്പിക്കുന്നത്? തീർച്ചയായും, അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ പെറ്റീഷനാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഈ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകുന്നില്ല എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ പറഞ്ഞു. പ്രതിയെ സംരക്ഷിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയ ഘട്ടത്തിൽ അവരെ സ്വീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയി. മാത്രമല്ല, ഇൻക്വസ്റ്റിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലും സംശയങ്ങളും അതോടൊപ്പം തന്നെ കാര്യങ്ങളും പ്രകടിപ്പിക്കുകയാണ് ഹർജിക്കാരി. ഇൻക്വസ്റ്റിൽ കഴുത്തിൽ കണ്ടെത്തിയ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല. മാത്രമല്ല, 55 കിലോയുള്ള നവീൻ എങ്ങനെ ചെറിയ കയറിൽ തൂങ്ങി മരിക്കും എന്ന കാര്യം ചോദിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിലും സംശയമുണ്ട്. ശരിയായ വിധത്തിലുള്ള പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല, പരിഹാരത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ്. തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന കാര്യവും ബോധിപ്പിച്ചിട്ടുണ്ട്. കൊല നടത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് സംശയിക്കേണ്ടി വരുമെന്നും ഹർജിക്കാരി കോടതിയിൽ ഇന്ന് വാദിച്ചിരിക്കുകയാണ്. നേരത്തെ ഇതിൽ CBI സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ CBI വേണം എന്ന ആവശ്യം ഭാര്യ മുന്നോട്ട് വെക്കുന്നു. എന്തായാലും കോടതി ഇപ്പോൾ ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കോടതി ഒരു പരാമർശം നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയെ അറിയിച്ച കാര്യങ്ങളാണ്. വളരെ ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൊലപാതകമാണോ എന്ന് സംശയിക്കേണ്ടി വരും എന്നുകൂടിയാണ് പറഞ്ഞത്. ഒപ്പം തന്നെ PP ദിവ്യയെ പാർട്ടി സെക്രട്ടറി തന്നെ സ്വീകരിക്കുന്നു, പാർട്ടിയെ സംരക്ഷിക്കുന്നു. അതൊക്കെ തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നതെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നത്.